Hello everyone, welcome to TOS Academy. ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെറ്റ് എക്കണോമിക്സ് സിലബസ് പോർഷനിലെ ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുള്ള കുറച്ച് ഏരിയാസ് നിന്നുള്ള കുറച്ച് PYQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ മുന്നോട്ടുള്ള റിവിഷൻ ഒക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുള്ള ഏരിയാസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെക്ഷനിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾ റിവിഷൻ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ PYQs സോൾവ് ചെയ്തുകൊണ്ട് വേണം റിവൈസ് ചെയ്യാൻ. സോ PYQs സോൾവ് ചെയ്ത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഒരു ഏറ്റവും നല്ലൊരു റിവിഷൻ ആണ്. അതോടൊപ്പം തന്നെ നമുക്ക് പുതിയ കൺസെപ്റ്റ്സ് പഠിക്കാനും സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു സെക്ഷനകത്ത് കുറച്ച് PYQs നമ്മൾ ഡിസ്കസ് ചെയ്യും. ആൻഡ് അത് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു PYQ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ, ബേസിക് ആയിട്ട് ഉള്ള കൺസെപ്റ്റ്സ്, ബേസിക് കൺസെപ്റ്റ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സോ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് എക്കണോമെട്രിക്സ് ഏരിയയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ എക്കണോമെട്രിക്സ് ഏരിയ എന്ന് പറയുന്നത് പൊതുവെ സ്റ്റുഡൻസ് കുറച്ച് ബുദ്ധിമുട്ട് പറയുന്ന ഒരു പോർഷൻ ആണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാവുന്ന, അല്ലെങ്കിൽ നമുക്ക് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും കറക്റ്റ് ചെയ്യാവുന്ന ഒരു ഏരിയ ആണ് എക്കണോമെട്രിക്സ്. ഓക്കെ, നമ്മൾ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പോർഷൻസിൽ നിന്നും നമുക്ക് പുറത്തു നിന്ന് കറന്റ് അഫയേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യേണ്ട. നമ്മൾ കൃത്യമായിട്ട് എന്താണ് സിലബസ് പോർഷൻ എന്ന് പഠിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാവുന്ന ഒരു ഏരിയ കൂടിയാണ് എക്കണോമെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എക്കണോമെട്രിക്സിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ഈസ്, if a qualitative variable has m categories we can introduce. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? only m dummy variables. Option B, m plus 1 dummy variables. Option C, only m minus 1 dummy variables. And option D, only m into 2 dummy variables. Okay, സോ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഡമ്മി വേരിയബിൾസ് പോർഷനിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സോ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ഇത് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിയണം? നമുക്ക് എന്താണ് ഡമ്മി വേരിയബിൾ എന്ന് അറിയണം. ഓക്കെ, സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് ഡമ്മി വേരിയബിൾ എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, സോ ഡമ്മി വേരിയബിൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു റിസർച്ച് കണ്ടക്ട് ചെയ്യാമെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഫൈൻഡ് ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, സോ നമുക്ക് വേരിയബിൾസിനെ മേജർ ആയിട്ട് രണ്ട് കാറ്റഗറി ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. ക്വാളിറ്റേറ്റീവ് വേരിയബിൾസും അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസും. ഓക്കെ, സോ ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസ് എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസ് എന്ന് പറയുന്നത് നമുക്ക് ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ സാധിക്കുന്ന വേരിയബിൾസിനെയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോ ഹൈറ്റ് അല്ലെങ്കിൽ വെയിറ്റ്, മാർക്ക്, ഇതുപോലത്തെ കാര്യങ്ങൾ എന്താണ്? ഇതെല്ലാം ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസ് ആണ്. ഓക്കെ, സോ ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസ് എന്ന് പറയുന്നത് നമുക്ക് ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് അതിന്റെ മീൻ, മോഡ് പോലത്തെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓപ്പറേഷൻസ് എല്ലാം നമുക്ക് ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസിൽ ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, എന്നാൽ ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ് എന്താണ്? ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ് എന്ന് പറയുന്നത് നമുക്ക് ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ സാധിക്കാത്ത വേരിയബിൾസ് ആണ്. അതായത് ഇത്തരത്തിലുള്ള വേരിയബിൾസിനെ നമുക്ക് ജസ്റ്റ് കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി മാത്രമേ സാധിക്കുകയുള്ളൂ. അതിന്റെ ഒരു ക്വാളിറ്റേറ്റീവ് വേരിയബിൾസിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ജെൻഡർ. ഓക്കെ, സോ ജെൻഡർ എന്താണ്? ജെൻഡറിനെ നമുക്ക് വേണമെങ്കിൽ 3 കാറ്റഗറി ആയിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാവുന്നതാണ്. മെൻ, വുമൻ, അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സ്. ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ കാറ്റഗറൈസ് ചെയ്യാം. നമുക്ക് ഒരിക്കലും ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഓക്കെ, സോ അത്തരത്തിലുള്ള വേരിയബിൾസ് ആണ് ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ്. സോ നമ്മളൊരു ഒരു റിഗ്രഷൻ മോഡൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു ബേസിക് എക്കണോമെട്രിക് മോഡൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്ന ക്വാളിറ്റേറ്റീവ് വേരിയബിൾസിനെയാണ് നമ്മൾ ഡമ്മി വേരിയബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡി എന്നുള്ള ക്യാപിറ്റൽ ലെറ്റർ ഡി എന്നുള്ള ആൽഫബറ്റിക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ യൂഷ്വലി നമ്മൾ ഡമ്മി വേരിയബിൾസിനെ ഡിനോട്ട് ചെയ്യാറുള്ളത്. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡമ്മി വേരിയബിൾ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. സോ ഡമ്മി വേരിയബിൾ കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഓക്കെ, സോ സപ്പോസ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് ഒരു സ്റ്റേറ്റിലെ
പബ്ലിക് സ്കൂൾ ടീച്ചേഴ്സിന്റെ ആവറേജ് ആനുവൽ സാലറി ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ ആവറേജ് ആനുവൽ സാലറി അത് ഓരോ ജിയോഗ്രഫിക്കൽ റീജിയൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡിഫറെന്റ് ആണോ എന്ന് നോക്കണം. അതായത് we want to find out if the average annual salary of public school teachers differs among 3 geographical regions of a country. Okay, ഒരു രാജ്യത്തെ ജിയോഗ്രഫിക്കൽ റീജിയൻസ് അനുസരിച്ച് പബ്ലിക് സ്കൂൾ ടീച്ചേഴ്സിന്റെ ആനുവൽ സാലറി ഡിഫറെന്റ് ആവുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, ആൻഡ് ഇവിടെ നമ്മൾ എന്താണ് 3 ജിയോഗ്രഫിക്കൽ റീജിയൻസ് ആണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, 3 ജിയോഗ്രഫിക്കൽ റീജിയൻസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? നോർത്ത് ഈസ്റ്റ് ആൻഡ് നോർത്ത് സെൻട്രൽ, സൗത്ത് വെസ്റ്റ്. ഇങ്ങനെ 3 ജിയോഗ്രഫിക്കൽ റീജിയൻസിൽ പബ്ലിക് സ്കൂൾ ടീച്ചേഴ്സിന്റെ സാലറി, ആവറേജ് ആനുവൽ സാലറി ഡിഫറെന്റ് ആണോ എന്നുള്ളത് നമുക്ക് നോക്കണം. ഓക്കെ, സോ നമ്മളിപ്പോ ഇവിടെ 3 കാറ്റഗറി ആണുള്ളത്. ഓക്കെ, സോ ഇത്തരത്തിൽ 3 കാറ്റഗറി ഡമ്മി വേരിയബിൾസ് അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ് ഉണ്ടെങ്കിൽ നമ്മൾ മോഡൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിനകത്തേക്ക് നമ്മളുടെ മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡലിനകത്തേക്ക് ഓൺലി m-1 വേരിയബിൾസ്, ഡമ്മി വേരിയബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, m-1, അതായത് m കാറ്റഗറീസ് ഓഫ് ഡമ്മി വേരിയബിൾസ് ഉണ്ട് എങ്കിൽ, ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ് ഉണ്ട് എങ്കിൽ അതിന്റെ m-1 ഡമ്മി വേരിയബിൾസെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, സോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ yi is equal to β1 plus β2 d2i plus β3 d3i plus ui. ഓക്കെ, സോ yi എന്താണ്? yi എന്ന് പറയുന്നത് നമ്മളുടെ ഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ഇവിടെ yi എന്താണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്? അതായത് ആവറേജ് സാലറി ഓഫ് പബ്ലിക് സ്കൂൾ ടീച്ചർ ഇൻ ദി സ്റ്റേറ്റ് i സ്റ്റേറ്റിലുള്ള ടീച്ചേഴ്സിന്റെ ആവറേജ് ആനുവൽ സാലറി, അതാണ് y അഥവാ നമ്മളുടെ ഡിപെൻഡന്റ് വേരിയബിൾ. ആൻഡ് β1 എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ഇന്റർസെപ്റ്റ് ടേം ആണ്. ഓക്കെ, ആൻഡ് β2 β3 എന്ന് പറയുന്നത് നമ്മളുടെ എന്താണ്? സ്ലോപ്പ് അല്ലെങ്കിൽ നമ്മളുടെ പാരാമീറ്റേഴ്സ് ഓഫ് d2 ആൻഡ് d3 ആണ്. ആൻഡ് d2 ആൻഡ് d3 എന്ന് പറയുന്നത് എന്താണ്? ഡമ്മി വേരിയബിൾസ് ആണ്. ഓക്കെ, ഡമ്മി വേരിയബിൾസ് ആണ്. d2 ആൻഡ് d3 എന്ന് പറയുന്നത് ഡമ്മി വേരിയബിൾസ് ആണ്. ഇവിടെ d2 എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് ആൻഡ് നോർത്ത് സെൻട്രലിനെയാണ് ഷോ ചെയ്യുന്നത്. ആൻഡ് d3 എന്ന് പറയുന്നത് സൗത്തിനെയും. ഓക്കെ, സോ ആക്ച്വലി ഇവിടെ എത്ര കാറ്റഗറി ഉണ്ട്? 3 കാറ്റഗറി ഉണ്ട്. ബട്ട് നമ്മൾ എത്ര ഡമ്മി വേരിയബിളെ യൂസ് ചെയ്തിട്ടുള്ളൂ? 2 എണ്ണം. ബിക്കോസ് m-1 ഡമ്മി വേരിയബിൾസെ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ നമ്മളുടെ റിഗ്രഷൻ മോഡലിനകത്ത്. ഓക്കെ, സോ നമ്മൾ യൂഷ്വലി ഡമ്മി വേരിയബിൾസ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? നമുക്ക് ക്വാളിറ്റേറ്റീവ് വേരിയബിൾ ആണ് ഒരിക്കലും മെഷർ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു പെർട്ടിക്കുലർ ക്വാളിറ്റേറ്റീവ് വേരിയബിൾ പ്രസന്റ് ആണെങ്കിൽ 1ഉം ആബ്സെന്റ് ആണെങ്കിൽ 0ഉം, ഇങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യാറുള്ളത് ഡമ്മി വേരിയബിൾ. അതായത് ഇപ്പൊ d2i എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു സ്റ്റേറ്റ് നോർത്ത് ഈസ്റ്റ് ആണോ നോർത്ത് സെൻട്രൽ ആണോ എന്നുള്ളതാണ് d2 ഷോ ചെയ്യുന്നത്. ഓക്കെ, സോ ആ ഒരു സ്റ്റേറ്റ് നോർത്ത് ഈസ്റ്റ് ആണ് അല്ലെങ്കിൽ നോർത്ത് സെൻട്രൽ ഉള്ളത് ആണ് എങ്കിൽ 1 കൊടുക്കും, അല്ലെങ്കിൽ 0 കൊടുക്കും. ഓക്കെ, സോ ഡമ്മി വേരിയബിൾസ് യൂഷ്വലി ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഒരു വേരിയബിൾ പ്രസന്റ് ആണെങ്കിൽ 1, ആബ്സെന്റ് ആണെങ്കിൽ 0. ഓക്കെ, ഇപ്പൊ ജെൻഡർ ആണെങ്കിൽ നമ്മൾ നമ്മളുടെ ആ ഒരു ജെൻഡർ മെയിൽ ആണെങ്കിൽ 1, ഫീമെയിൽ ആണെങ്കിൽ 0, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, ആൻഡ് d3 എന്താണ്? ഡമ്മി വേരിയബിൾ 3 എന്ന് പറയുന്നത് ആ ഒരു സ്റ്റേറ്റ് സൗത്ത് റീജിയൻ ആണോ എന്നുള്ളതാണ്. സൗത്ത് റീജിയൻ ആണെങ്കിൽ 1 കൊടുക്കും, അല്ലെങ്കിൽ 0ഉം കൊടുക്കും. ഓക്കെ, സോ മനസ്സിലാക്കേണ്ട കാര്യം ഡമ്മി വേരിയബിൾസ് എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ് ആണ്. ആൻഡ് ഇങ്ങനെ ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? നമ്മൾ m-1 ക്വാളിറ്റേറ്റീവ് വേരിയബിൾസെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ ഇവിടെ നമ്മളിപ്പോ ഈ ഒരു എക്സാമ്പിളിനകത്ത് എന്താണ് നമ്മളുടെ റീജിയൻസ്, ടോട്ടൽ റീജിയൻസ് 3 റീജിയൻസ് ഉണ്ട്. ബട്ട് നമ്മൾ
എന്താ ചെയ്തിട്ടുള്ളത്? m-1 ഡമ്മി വേരിയബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. 2 ഡമ്മി വേരിയബിൾസ് യൂസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, സപ്പോസ് നമ്മൾ ഇങ്ങനെ 2 വേരിയബിളിന് പകരം 3 ഡമ്മി വേരിയബിൾ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഉണ്ടാവുന്ന സിറ്റുവേഷൻ ആണ് എന്ത്? ഡമ്മി വേരിയബിൾ ട്രാപ്പ്. ഓക്കെ, ഡമ്മി വേരിയബിൾ ട്രാപ്പിൽ നിന്ന് ക്വസ്റ്റ്യൻസ് യൂഷ്വലി ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, സോ ഈ ഒരു ഡമ്മി വേരിയബിൾ ട്രാപ്പ് ഉണ്ടാകുമ്പോൾ എന്താണ് നമ്മളുടെ OLS എസ്റ്റിമേറ്റേഴ്സ് ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് മാറും. നമുക്ക് ഒരിക്കലും കൃത്യമായിട്ട് നമ്മളുടെ ബീറ്റാസ് പാരാമീറ്റേഴ്സ് ഒന്നും നമുക്ക് വാല്യൂ ഫൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഇനി നോക്കിയേ, ഇനി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കിയേ. സോ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിട്ടുള്ളത് എന്താണ്? m കാറ്റഗറീസ് ഉണ്ട്. അപ്പൊ നമ്മൾ എത്ര ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള കാര്യമാണ്. എത്രയാണ് ആൻസർ ആയിട്ട് വരുന്നത്? m-1 ഡമ്മി വേരിയബിൾസ്. ഓക്കെ, m-1 ഡമ്മി വേരിയബിൾസേ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ആൻസർ ആയിട്ട് കിട്ടുന്നത് എത്രയാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്, m-1 ഡമ്മി വേരിയബിൾസ്. ഓക്കെ ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സെയിം ഈ ഒരു എക്കണോമെട്രിക്സിൽ നിന്ന് തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഓട്ടോ കോറിലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഈസ് ബൈ ഓട്ടോ കോറിലേഷൻ വി മീൻ ഓപ്ഷൻ എ the residuals of regression model are not independent. Option B, the residuals of a regression model are related with one or more of the regressors. And option C, the squared residuals of a regression model are not equally spread. Option D, the variance of the residuals of a regression model is not constant for all observations. Okay, so ഇവിടെ auto correlation, ഓക്കെ, ഓട്ടോ കോറിലേഷൻ എന്നുള്ള സിറ്റുവേഷൻ ഏതാണ് എന്ന് കൃത്യം പറയാനായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മൾ എക്കണോമെട്രിക്സ് പോർഷൻ നോക്കുമ്പോൾ സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഓട്ടോ കോറിലേഷൻ, മൾട്ടികോലിനിയാരിറ്റി, അതുപോലെ തന്നെ ഹെറ്ററോസ്കെഡാസിറ്റി. ഈ ഒരു 3 ഏരിയ നിന്നും എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ഈ ഒരു 3 കാര്യം എന്താണ്? ബേസിക്കലി ഇത് 3ഉം CLRM ബേസിക് അസംഷൻസിന്റെ വയലേഷൻസ് ആണ്. ഓക്കെ, ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡലിന് ഓൾമോസ്റ്റ് 9 to 10 ബേസിക് അസംഷൻസ് വരുന്നുണ്ട്. സോ ആ ഒരു ബേസിക് അസംഷനിൽ 3 അസംഷൻസ് ഉണ്ട്. ആ ഒരു 3 അസംഷൻസിന്റെയും വയലേഷൻസ് ആണ് ബേസിക്കലി ഈ ഒരു 3 സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്. ഓട്ടോ കോറിലേഷൻ, ഹെറ്ററോസ്കെഡാസിറ്റി, അതുപോലെ തന്നെ മൾട്ടി കോലിനിയാരിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഓട്ടോ കോറിലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് residuals of a regression model are not independent. Okay, so auto correlation എന്ന് പറയുന്ന സിറ്റുവേഷൻ എന്താണ്? ഇത് CLRM ബേസിക് അസംഷൻസിന്റെ വൺ ഓഫ് ദി അസംഷൻ ആയിട്ടുള്ള എറർ ടേംസ് അല്ലെങ്കിൽ റെസിഡ്യൂൽസ് ഇൻഡിപെൻഡന്റ് ആയിരിക്കണം അല്ലെങ്കിൽ കോറിലേറ്റഡ് ആവരുത് എന്നുള്ള അസംഷന്റെ വയലേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓട്ടോ കോറിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ CLRM ബേസിക് അസംഷൻസിനകത്ത് പറയുന്നത് നോ ഓട്ടോ കോറിലേഷൻ അല്ലെങ്കിൽ എറർ ടേംസ് തമ്മിൽ കോറിലേറ്റഡ് ആവരുത് അല്ലെങ്കിൽ എറർ ടേംസ് ഇൻഡിപെൻഡന്റ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം. അതായത് ഇപ്പോ I and J രണ്ട് ടൈം പീരീഡ് ആണ്. സോ I and J ടൈം പീരീഡിലുള്ള എറർ ടേംസ് ആണ് UI യും UJ യും. ഓക്കെ, രണ്ട് റെസിഡ്യൂൾസ് അല്ലെങ്കിൽ എറർ ടേംസ് ആണ്. സോ ഇത് തമ്മിലുള്ള കോറിലേഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കണം. Okay, so the expected value of UI and UJ should be equal to 0. ഇതാണ് എന്ത്? CLRM ബേസിക് അസംഷൻ ആയിട്ട് വരുന്നത്. ഈ ഒരു ബേസിക് അസംഷന്റെ വയലേഷനെയാണ് നമ്മൾ ഓട്ടോ കോറിലേഷൻ എന്ന് പറയുന്നത്. അതായത് expected value of UI UJ is not equal to 0. അതായത് UJ and UI are correlated. Okay, ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ പറയുന്നത് ഓട്ടോ കോറിലേഷൻ എന്ന്. ഓക്കെ, സോ സിമ്പിൾ ആണ്. നമ്മൾ ഭയങ്കരമായിട്ട് ചിന്തിച്ച് കാട് കയറി ചിന്തിച്ച് എന്തോ വലിയ സംഭവമാണെന്ന് കരുതി ചിന്തിച്ച് നമ്മൾ തെറ്റിക്കരുത്. ഓട്ടോ കോറിലേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. നമ്മളുടെ റിഗ്രഷൻ മോഡലിന് വരുന്ന എറർ ടേംസ് അല്ലെങ്കിൽ റെസിജ്വൽ ടേംസ് തമ്മിൽ കോറിലേറ്റഡ് ആവരുത് എന്ന് പറയുന്നതാണ് CLRM ബേസിക് അസംഷൻ. ആ ഒരു ബേസിക് അസംഷൻ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും?
ഈ ഒരു ഓട്ടോ കോറിലേഷൻ എന്ന് പറഞ്ഞ സിറ്റുവേഷൻ വരും. അതായത് എറർ ടേംസ് അല്ലെങ്കിൽ റെസിജ്വൽ ടേംസ് തമ്മിൽ കോറിലേറ്റഡ് ആവുന്ന സിറ്റുവേഷൻ. ഓക്കെ, സോ അത്തരത്തിലുള്ള സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓട്ടോ കോറിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓട്ടോ കോറിലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു അതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മളുടെ OLS എസ്റ്റിമേറ്റർ ബ്ലൂ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യില്ല എന്നുള്ള കാര്യമാണ്. എന്താ ബ്ലൂ പ്രോപ്പർട്ടി? ബെസ്റ്റ് ലീനിയർ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ പ്രോപ്പർട്ടി. ഓക്കെ, സോ ഓട്ടോ കോറിലേഷന്റെ ഒരു സീരിയസ് കോൺസിക്വൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ദി OLS എസ്റ്റിമേറ്റർ will not be blue. Okay, ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്നും കൂടി നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ആൻസർ വരുന്നത് എന്താണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് ബാക്കി ഓപ്ഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബി ഓപ്ഷൻ എന്താ പറയുന്നത്? ദി റെസിജ്വൽസ് ഓഫ് റിഗ്രഷൻ മോഡൽ ആർ റിലേറ്റഡ് വിത്ത് വൺ ഓർ മോർ റിഗ്രസേഴ്സ്. ഓക്കെ, സോ ഈ ഒരു എറർ ടേമും റിഗ്രസേഴ്സ് അഥവാ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് തമ്മിൽ റിലേഷൻഷിപ്പ് വരുന്നത് യൂഷ്വലി സൈമിൾട്ടേനിയസ് ഇക്വേഷൻ മോഡൽസിലാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വരുന്നതാണ് ഈ സി ആൻഡ് ഡി ഓപ്ഷൻസ്. സി ആൻഡ് ഡി ഓപ്ഷൻസ് ബേസിക്കലി പറയുന്നത് എന്താണ്? ഹെട്രോസ്കെഡാസിറ്റി റിലേറ്റഡ് ആണ്. അതായത് സ്ക്വയർഡ് റെസിജ്വൽസ് ഓഫ് എ റിഗ്രസ് മോഡൽ ആർ നോട്ട് ഈക്വലി സ്പ്രെഡ്. അതുപോലെ തന്നെ റെസിജ്വൽസിന്റെ വേരിയൻസ് ഈസ് നോട്ട് കോൺസ്റ്റന്റ്. ഇത് രണ്ടും എന്താണ്? ഹെട്രോസ്കെഡാസിറ്റി സിറ്റുവേഷൻ ആണ് പറയുന്നത്. ഓക്കെ, സോ ഹെട്രോസ്കെഡാസിറ്റി എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് റെസിജ്വൽസ് കോൺസ്റ്റന്റ് അല്ലാത്ത സിറ്റുവേഷൻ ആണ് ഹെട്രോസ്കെഡാസിറ്റി. അതുപോലെ മൾട്ടികോളിനിയാരിറ്റി എന്താണ്? മൾട്ടികോളിനിയാരിറ്റി എന്ന് വെച്ചാൽ നമ്മളുടെ മോഡലിലുള്ള ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്, ഓക്കെ, ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് റിലേറ്റഡ് ആവുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ മൾട്ടി കോളിനിയാരിറ്റി എന്ന് പറയുന്നത്. സോ ഇത് മൂന്നും പഠിച്ചു വെക്കണം, ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡംപിംഗ് റിലേറ്റഡ് ആയിട്ട്, അതായത് നമുക്ക് മൈക്രോ എക്കണോമിക്സിൽ വരുന്ന ഒരു ഏരിയ ആണ് പ്രിഡേറ്ററി ഡംപിംഗ് അല്ലെങ്കിൽ ഡംപിംഗ്. ഓക്കെ, സോ ഡംപിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഈസ് ഐഡന്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് പ്രിഡേറ്ററി ഡംപിംഗ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ടെമ്പററി സെയിൽ ഓഫ് എ കമ്മോഡിറ്റി അറ്റ് ബിലോ കോസ്റ്റ് ഓർ അറ്റ് എ ലോവർ പ്രൈസ് അബ്രോഡ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് it is to take advantage of the newly acquired monopolized as a result of lowered price. And third statement endana? Occasional sale of a commodity at below cost or at a lower price abroad. And നാലാമത്തേതോ? it protects the domestic industries from unfair competition from abroad. And നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, ABCD ഇങ്ങനെ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് 1 and 2 only. ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സെലക്ട് ചെയ്ത് പറയേണ്ടത്. ഓപ്ഷൻ എ 1 and 2 only, ഓപ്ഷൻ ബി 2 and 3 only, ഓപ്ഷൻ സി 3 and 4 only, ആൻഡ് ഓപ്ഷൻ ഡി 1, 2 and 4 only. ഇങ്ങനെയാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? സോ ഇവിടെ നമ്മൾ ഇങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഇത് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം എന്തറിയണം? എന്താണ് ഡംപിംഗ് എന്ന് അറിയണം. ഓക്കെ, സോ ഡംപിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഡംപിംഗ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു മൊണോപ്പൊളി മാർക്കറ്റ് സ്ട്രക്ചറിൽ നടക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഡംപിംഗ് എന്ന് പറയുന്നത്. സോ ഡംപിംഗ് എന്ന് പറയുന്നത് it is a practice of selling goods and services in a foreign market at a price lower than domestic market value. അതായത് നമ്മൾ ഫോറിൻ മാർക്കറ്റിൽ ഡൊമസ്റ്റിക് മാർക്കറ്റിനേക്കാൾ കുറഞ്ഞ പ്രൈസിൽ ഗുഡ് സെല്ല് ചെയ്യുന്ന, ഗുഡ് അല്ലെങ്കിൽ സർവീസ് സെയിൽ ചെയ്യുന്ന പ്രാക്ടീസിനെയാണ് ഡംപിംഗ് എന്ന് പറയുന്നത്. മൊണോപ്പൊളി മാർക്കറ്റ് സ്ട്രക്ചറിന്റെ ഒരു ഫീച്ചറാണ് ഡംപിംഗ്. ഓക്കെ, സോ ഡംപിംഗ് എന്ന് വെച്ചാൽ ഇപ്പോൾ US ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് വിചാരിക്കുക. ആ ഒരു US ബേസ്ഡ് കമ്പനി ഇന്ത്യയിൽ ലോവർ പ്രൈസിന്, ഓക്കെ, US ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി ഇന്ത്യയിൽ ലോവർ പ്രൈസിന് ഗുഡ് സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡംപിംഗ് ആണ്. ഓക്കെ, സോ ഒരു കൺട്രി ഫോറിൻ മാർക്കറ്റിൽ ലോവർ പ്രൈസിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് സെയിൽ ചെയ്യുന്ന പ്രാക്ടീസിനെയാണ് നമ്മൾ ഡംപിംഗ് എന്ന് പറയുന്നത്. സോ ഡംപിംഗ് മൊത്തം 3 കാറ്റഗറീസ് ഓഫ് ഡംപിംഗ് ഉണ്ട്. പ്രിഡേറ്ററി, അതുപോലെ തന്നെ സ്പൊറാഡിക് ആൻഡ് ഓൾസോ
പെർസിസ്റ്റന്റ് ഡംപിങ്. സോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താണ്? പ്രിഡേറ്ററി ഡംപിങ് ആണ്. സോ പ്രിഡേറ്ററി ഡംപിങ് എന്താണ്? പ്രിഡേറ്ററി ഡംപിങ് എന്ന് വെച്ചാൽ a temporary deliberate practice where a firm sells product below production cost in a foreign market to drive out local competitors. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. പ്രിഡേറ്ററി ഡംപിങ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ലോക്കൽ കോമ്പറ്റേറ്റേഴ്സ്, അതായത് ഇപ്പോ യു എസ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഫോറിൻ മാർക്കറ്റ് ആണ്. ഇന്ത്യയിൽ ലോ പ്രൈസിൽ സെയിൽ ചെയ്യുകയാണ്. എന്തിനാണ് ഇങ്ങനെ സെയിൽ ചെയ്യുന്നത്? ഇങ്ങനെ സെയിൽ ചെയ്യുന്നത് ലോക്കൽ കോമ്പറ്റേറ്റേഴ്സ്, അതായത് ഇന്ത്യയിലുള്ള മറ്റു കോമ്പറ്റേറ്റേഴ്സിനെ മാർക്കറ്റിൽ നിന്നും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ അത് പ്രിഡേറ്ററി ഡംപിങ് ആണ്. ഓക്കെ, സോ ഇതിന്റെ മേജർ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് ആ ഒരു ഫോറിൻ കൺട്രിയിൽ അവർക്ക് ഒരു മൊണോപ്പൊളി ക്രിയേറ്റ് ചെയ്ത് എടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഇതൊരു കുറച്ച് വൺസ് ആ ഒരു കോമ്പറ്റേറ്റേഴ്സിനെ അല്ലെങ്കിൽ റൈവൽ ഫേംസിനെ എല്ലാം മാർക്കറ്റിൽ നിന്നും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ വീണ്ടും പഴയ പ്രൈസിന് തന്നെ സെയിൽ ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ പ്രിഡേറ്ററി ഡംപിങ് എന്ന് പറയുന്നത് കോമ്പറ്റേറ്റേഴ്സിനെ ഡ്രൈവ് ഔട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. അടുത്തത് എന്താണ്? പെർസിസ്റ്റന്റ് ഡംപിങ്. സോ പെർസിസ്റ്റന്റ് ഡംപിങ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി ഡംപിങ് പ്രാക്ടീസ് ചെയ്യുകയാണ്. എന്തിനാണ്? കുറച്ചും കൂടി മാർക്കറ്റ് ഷെയർ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ കുറച്ചും കൂടി പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ്ലി ഫോറിൻ മാർക്കറ്റിൽ ഡൊമസ്റ്റിക് മാർക്കറ്റിനേക്കാൾ ലോവർ പ്രൈസിന് സെയിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ പെർസിസ്റ്റന്റ് ഡംപിങ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് സ്പൊറാഡിക് ഡംപിങ്. സോ സ്പൊറാഡിക് ഡംപിങ് എന്ന് പറയുന്നത് ഒക്കേഷണൽ സെയിൽ ആണ്. അതായത് ഇപ്പോൾ മാർക്കറ്റിനകത്ത് അൺസോൾഡ് ഐറ്റംസ് ഉണ്ട്, അല്ലെങ്കിൽ മാർക്കറ്റിലെ ഗ്ലട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അൺസോൾഡ് ഇൻവെന്ററീസ് അല്ലെങ്കിൽ എക്സസ് ആയിട്ടുള്ള സ്റ്റോക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോ പ്രൈസിൽ ഡൊമസ്റ്റിക് പ്രൈസിനേക്കാൾ ലോ പ്രൈസിൽ ഫോറിൻ കൺട്രിയിൽ സെയിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്പൊറാഡിക് ഡംപിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 1 and 2 ഓൺലി ആണ്. അതായത് ഓപ്ഷൻ 1 എന്താ പറയുന്നത്? ടെമ്പററി സെയിൽ ഓഫ് എ കമ്മോഡിറ്റി അറ്റ് ബിലോ കോസ്റ്റ് ഓർ അറ്റ് ലോവർ പ്രൈസ് അബ്രോഡ്. ഇത് ആക്ച്വലി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. പ്രിഡേറ്ററി ഡംപിങ്ങുമായിട്ട് കറക്റ്റ് ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് പോകുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് ഓപ്ഷൻ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ഇറ്റ് ഈസ് ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ന്യൂലി അക്യൂർഡ് മോണോപ്ലൈസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ലോവർഡ് പ്രൈസ്. ഫേം ഒരു മൊണോപ്പൊളി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് എന്നാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. അത് ആക്ച്വലി പ്രിഡേറ്ററി ഡംപിങ്ങിന്റെ ഒരു അതുമായിട്ട് കറക്റ്റ് ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് പോകുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ആൻഡ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒക്കേഷണൽ സെയിൽ ഓഫ് എ കമ്മോഡിറ്റി അറ്റ് ബിലോ കോസ്റ്റ് ഓർ അറ്റ് എ ലോവർ പ്രൈസ് അബ്രോഡ്. ഈ ഒക്കേഷണൽ സെയിൽ എന്ന് പറയുന്നത് കുറച്ചും കൂടി സ്പൊറാഡിക് ഡംപിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് പോകുന്നതാണ്. സോ നമുക്ക് ഈ തേർഡ് ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാം. ആൻഡ് ഫോർത്ത് ഓപ്ഷനകത്ത് പറഞ്ഞത് എന്താണ്? ഇറ്റ് പ്രൊട്ടക്ട്സ് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് ഫ്രം അൺഫെയർ കോമ്പറ്റീഷൻ ഫ്രം അബ്രോഡ്. ഓക്കെ, സോ ഈ ഒരു ഓപ്ഷൻ എന്താണ്? ഇത് ആക്ച്വലി ഡംപിങ്ങുമായിട്ട് നോക്കുമ്പോൾ കറക്റ്റ് അല്ല. ഇവിടെ എന്താ പറയുന്നത്? ഇറ്റ് പ്രൊട്ടക്ട് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് ഫ്രം അൺഫെയർ കോമ്പറ്റീഷൻ ഫ്രം അബ്രോഡ്. ഇത് ആക്ച്വലി എന്താണ്? ഡംപിങ്ങിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വരുന്ന മെഷേഴ്സിനെയാണ് ഇത് ഈ ഒരു ഫോർത്ത് ഓപ്ഷൻ കാണിക്കുന്നത്. സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 1 and 2 ഓൺലി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഇന്റർനാഷണൽ എക്കണോമിക്സിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ദ ക്വസ്റ്റ്യൻ ഈസ് ദി ജേക്കബ് എഫക്ട് റെപ്രസെന്റ്സ് ഓപ്ഷൻ എ deterioration after a net improvement in country's trade balance resulting from a devaluation or depreciation, and option B deterioration before a net improvement in country's trade balance resulting from a devaluation or depreciation, and option C deterioration before a net improvement in country's trade balance resulting from an appreciation or revaluation, and option D improvement before net improvement in country's trade balance resulting from a devaluation or depreciation. Okay, so ഈ ഒരു ക്വസ്റ്റ്യൻ ഇന്റർനാഷണൽ എക്കണോമിക്സിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം? നമുക്ക് എന്താണ് ജേക്കബ് എഫക്റ്റ് അറിയണം. ഓക്കെ, സോ ജേക്കബ് എഫക്റ്റ് എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് പഠിക്കണം? മാർഷൽ ലേണർ കണ്ടീഷൻ പഠിക്കണം. ഓക്കെ, സോ നമുക്ക് ഇത് രണ്ടും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ മാർഷൽ ലേണർ കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. സോ മാർഷൽ ലേണർ കണ്ടീഷൻ നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയണമെങ്കിൽ നമുക്ക് അതിനെ ഇങ്ങനെ പറയാം: ഒരു രാജ്യത്തെ
പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ എക്സ്പോർട്ടും പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഓഫ് ഇമ്പോർട്സിന്റെയും സമ്മ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ രാജ്യത്തെ കറൻസിയിൽ വരുന്ന ഡിവാലുവേഷൻ കറന്റ് അക്കൗണ്ട് ബാലൻസിനെ ഇംപ്രൂവ് ചെയ്യുമെന്നാണ് മാർഷൽ ലേണർ കണ്ടീഷൻ പറയുന്നത്. ഓക്കെ, അതായത് ഡിവാലുവേഷൻ എന്താണ്? ഡിവാലുവേഷൻ എന്ന് പറയുന്നത് കറൻസിയുടെ എക്സ്റ്റേണൽ വാല്യൂവിൽ വരുന്ന ഫോൾ ആണ് ഡിവാലുവേഷൻ. അതായത് എക്സ്ചേഞ്ച് റേറ്റിൽ വരുന്ന റൈസ്. ഓക്കെ, അതായത് മുന്നേ 82 റുപ്പീസ് ആണ്, 82 റുപ്പീസ് കൊടുത്താലാണ് നമുക്ക് ഒരു $US കിട്ടുന്നത് എന്ന് വിചാരിക്കാം. ആ 82 ഉള്ളത് 84 or 86 ആയിട്ട് മാറി എന്ന് വിചാരിക്കാം. ഇവിടെ വന്നിട്ടുള്ളത് എക്സ്ചേഞ്ച് റേറ്റ് ഇൻക്രീസ് ചെയ്തു, ബട്ട് കറൻസിയുടെ വാല്യൂ ഫോൾ ചെയ്തു. ഓക്കെ, സോ ഡിവാലുവേഷന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, ഡിവാലുവേഷൻ എന്ത് ചെയ്യും? എക്സ്പോർട്സിനെ കുറച്ചുകൂടി ഒന്ന് ഈസി ആക്കി മാറ്റും. അതായത് ഫോറിൻ രാജ്യത്തേക്ക്, ഫോറിൻ കൺട്രീസിനെ വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ പ്രൊഡക്ട്സ് ലെസ് എക്സ്പെൻസീവ് ആയിട്ട് മാറും. അതുപോലെ ഇമ്പോർട്സിനെയോ, ഇമ്പോർട്സിനെ എക്സ്പെൻസീവ് ആക്കിയിട്ടും ഡിവാലുവേഷൻ മാറ്റും. സോ ഇമ്പോർട്സ് കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ അത് ഇവഞ്ച്വലി കറന്റ് അക്കൗണ്ട് ബാലൻസിനെ ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ മാർഷൽ ലേണർ കണ്ടീഷൻ പറയുന്നത് എന്താണ്? ഒരു രാജ്യത്തെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ എക്സ്പോർട്ടിന്റെയും പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ ഇമ്പോർട്ടിന്റെയും സമ്മ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇങ്ങനെ ഡിവാലുവേഷൻ ചെയ്യുന്നത് കറന്റ് അക്കൗണ്ടിനെ ഇംപ്രൂവ് ചെയ്യുമെന്നാണ് മാർഷൽ ലേണർ കണ്ടീഷനകത്ത് പറയുന്നത്. ഓക്കെ, സോ ജേക്കബ് എഫക്റ്റ് എന്താണ്? ജേക്കബ് എഫക്റ്റ് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഒരു ടൈം ലാഗ് അവിടെ ഉണ്ടാകുന്നു എന്നാണ്. അതായത് ഈ ഒരു മാർഷൽ ലേണർ കണ്ടീഷൻ ലോങ് ടേമിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ബട്ട് ഷോർട്ട് ടേമിൽ അവിടെ ഒരു ടൈം ലാഗ് ഉണ്ടായിരിക്കും. അതായത് ആ ഒരു ഡിവാലുവേഷൻ, ഓക്കെ, ഡിവാലുവേഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് കറന്റ് അക്കൗണ്ടിനെ ഇംപ്രൂവ് ചെയ്യില്ല. പകരം എങ്ങനെയായിരിക്കും? ഡിവാലുവേഷൻ വരുമ്പോൾ, ഓക്കെ, ഡിവാലുവേഷൻ വരുമ്പോൾ കറന്റ് അക്കൗണ്ട് ഒന്ന് വോസൺ ആവും, കറന്റ് അക്കൗണ്ട് ബാലൻസ് ഒന്ന് വോസൺ ആയതിനു ശേഷം മാത്രമേ ഇംപ്രൂവ് ചെയ്യുക ഉള്ളൂ എന്നാണ് ജേക്കബ് എഫക്റ്റിനകത്ത് പറയുന്നത്. ഓക്കെ, അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ ഷോർട്ട് ടേമിൽ ഡിമാൻഡ് ഇൻഇലാസ്റ്റിക് ആയിരിക്കും, ബട്ട് ലോങ് ടേമിൽ മോർ ഇലാസ്റ്റിക് ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഷോർട്ട് ടേമിൽ ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ ഡിവാലുവേഷൻ വരുമ്പോൾ അത് കറന്റ് അക്കൗണ്ടിനെ ഇംപ്രൂവ് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു ഡിറ്റൂറേഷൻ ഉണ്ടായിരിക്കും കറന്റ് അക്കൗണ്ട് ബാലൻസിൽ എന്നുള്ള കാര്യമാണ് ജേക്കബ് എഫക്റ്റിനകത്ത് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു ഗ്രാഫ് നോക്കിയാൽ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ഈ ഗ്രാഫിനകത്ത്, ഓക്കെ, സോ ഡിവാലുവേഷൻ ഉണ്ടാവുന്ന ഈ ഒരു പോയിന്റിൽ ഡിവാലുവേഷൻ ഉണ്ടാവാണ്. കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് ആണ് വരുന്നത് ഉള്ളത്. സോ കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഡിവാലുവേഷൻ വരികയാണ്. ഡിവാലുവേഷൻ വരുമ്പോൾ ഒരു ഷോർട്ട് പീരീഡിലേക്ക്, ഓക്കെ, ഒരു ഷോർട്ട് പീരീഡിലേക്ക് അത് കറന്റ് അക്കൗണ്ടിന് എന്ത് ചെയ്യുന്നുണ്ട്? ഡിറ്റോറേഷൻ അല്ലെങ്കിൽ വോസൺ ചെയ്യുന്നുണ്ട്. അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റേജിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ, ഷോർട്ട് ടേമിൽ ലെസ് ദാൻ 1 ആയിരിക്കും. ആൻഡ് അത് കഴിഞ്ഞാൽ പിന്നീട് എന്താ സംഭവിക്കുന്നത്? പിന്നീട് ഇംപ്രൂവ്മെന്റ് ആണ് വരുന്നത് കറന്റ് അക്കൗണ്ട് ബാലൻസിൽ. ഓക്കെ, ലോങ് ടേമിൽ എന്തായിരിക്കും? അപ്പോ ലോങ് ടേമിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ആണ്. അതുകൊണ്ട് തന്നെ ലോങ് ടേമിൽ എന്ത് സംഭവിക്കും? ലോങ് ടേമിൽ ഡിവാലുവേഷൻ അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ കറന്റ് അക്കൗണ്ടിനെ ഇംപ്രൂവ് ചെയ്യും. ഓക്കെ, സോ അത് ഈ ഒരു ഫിനോമിന ഒരു ജെ കർവ് ആയിട്ട്, ഒരു ജെ ഷേപ്പ് കർവ് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് അതിനെ ജെ കർവ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ജസ്റ്റ് ഇത്ര കാര്യം ബേസിക്കലി ഉള്ളൂ. നമുക്ക് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ് മാർഷൽ ലേണർ കണ്ടീഷൻ എന്ന് അറിഞ്ഞിരിക്കണം, അതുപോലെ ജെ കർവ് എഫക്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. മാർഷൽ ലേണർ കണ്ടീഷൻ പറയുന്നത് ഒരു രാജ്യത്തെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ഓക്കെ, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഓഫ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്, അതിന്റെ സം എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആകുന്ന സിറ്റുവേഷനിൽ, ഗ്രേറ്റർ ദാൻ 1 ആവുന്ന സിറ്റുവേഷനിൽ ഡിവാലുവേഷൻ ഉണ്ടാകുമ്പോൾ അത് കറന്റ് അക്കൗണ്ട് ബാലൻസിനെ ഇംപ്രൂവ് ചെയ്യും എന്നുള്ള കാര്യമാണ് മാർഷൽ ലേണർ കണ്ടീഷനകത്ത് പറയുന്നത്. ഓക്കെ, എന്നാൽ ജെ കർവ് എഫക്റ്റ് എന്താണ് പറയുന്നത്? ഈ മാർഷൽ ലേണർ കണ്ടീഷൻ ഷോർട്ട് റണ്ണിൽ ഇത് അപ്ലിക്കബിൾ അല്ല, ലോങ് റണ്ണിലേക്കാണ് ഇത് എന്ത് ചെയ്യുന്നത്? കറന്റ് അക്കൗണ്ടിനെ ഇംപ്രൂവ് ചെയ്യുന്നത് എന്നാണ് ജെ കർവ് എഫക്റ്റിനകത്ത് പറയുന്നത്. ഓക്കെ,
സോ അതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഒരു ജെ ഷേപ്പ് നമുക്ക് കേർവ് കിട്ടും. അതുകൊണ്ടാണ് അതിന്റെ ജെ കേർവ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് തിയറി വരുന്നത്. ഇനി നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് ഒന്നുകൂടി പോകാം. സോ ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഈ ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുള്ളത് എന്താണ് ജെ കേർവ് എഫക്റ്റ് എന്നുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, സോ നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് പോകാം. സോ ഫസ്റ്റ് ഓപ്ഷനകത്ത് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഫസ്റ്റ് ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ളത് ഡിറ്ററേഷൻ ആഫ്റ്റർ എ നെറ്റ് ഇംപ്രൂവ്മെന്റ് ഇൻ കൺട്രീസ് ട്രേഡ് ബാലൻസ് എന്നാണ്. അതായത് ട്രേഡ് ബാലൻസിൽ ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടായതിനു ശേഷം ഡിറ്ററേഷൻ സംഭവിക്കും എന്നുള്ള കാര്യമാണ് ഡിവാലുവേഷൻ ചെയ്യുമ്പോൾ. അത് ആക്ച്വലി എന്താണ്? റോങ് ആണ്. ഓക്കെ, ബിഫോർ ആണ്, അതായത് ഇംപ്രൂവ്മെന്റിന് മുന്നേ ആണ് എന്ത് സംഭവിക്കുന്നത്? ഡിറ്ററേഷൻ സംഭവിക്കുന്നത്. ആൻഡ് ഓപ്ഷൻ ബിയോ, ഡിറ്ററേഷൻ before a net improvement in country's trade balance resulting from a devaluation or depreciation. So actually option B എന്താണ്? correct ആണ്. ഓക്കെ, ആൻസർ ആയിട്ട് വരിക അപ്പോൾ എന്താണ്? ഓപ്ഷൻ ബി ആണ്. നമുക്ക് മറ്റു ഓപ്ഷൻസ് കൂടി ജസ്റ്റ് നോക്കാം. ഓപ്ഷൻ സി എന്താ പറഞ്ഞിരിക്കുന്നത്? ഡിറ്ററേഷൻ before a net improvement in country's trade balance resulting from an appreciation and devaluation. So ഇത് ഏകദേശം ഇതുവരെ ആക്ച്വലി കറക്റ്റ് ആണ്. ഡിറ്ററേഷൻ ബിഫോർ എ നെറ്റ് ഇംപ്രൂവ്മെന്റ് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്താണ് ഇവിടെ തെറ്റ്? ഈ ഒരു അപ്രീസിയേഷൻ ഓർ റീവാലുവേഷൻ. ബേസിക്കലി എന്താണ്? ഡിവാലുവേഷന് ശേഷം കൺട്രിയുടെ ട്രേഡ് ബാലൻസ് ഇംപ്രൂവ് ചെയ്യും എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻ സി റോങ് ആണ്. ഓക്കെ, റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ എന്താണ്? ഇംപ്രൂവ്മെന്റ് ബിഫോർ എ നെറ്റ് ഇംപ്രൂവ്മെന്റ് ഇൻ കൺട്രീസ് ട്രേഡ് ബാലൻസ് റിസൾട്ടിംഗ് ഫ്രം ഡിവാലുവേഷൻ ഓർ ഡിപ്രീസിയേഷൻ. സോ ഇവിടെ എന്താണ് തെറ്റിയിട്ടുള്ളത്? ഈ ഒരു ഇംപ്രൂവ്മെന്റ് ബിഫോർ, അതായത് ഇംപ്രൂവ് ചെയ്യുന്നതിന് മുന്നേ ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടായിരിക്കും എന്നാണ് ഈ ഒരു ഓപ്ഷനകത്ത് പറഞ്ഞിട്ടുള്ളത്. അത് ആക്ച്വലി എന്താണ്? തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഇതും റോങ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഡിറ്ററേഷൻ ബിഫോർ നെറ്റ് ഇംപ്രൂവ്മെന്റ് ഇൻ കൺട്രീസ് ട്രേഡ് ബാലൻസ് റിസൾട്ടിംഗ് ഫ്രം എ ഡിവാലുവേഷൻ ഓർ ഡിപ്രീസിയേഷൻ. ഓക്കെ, സോ കറക്റ്റ് ജെ കർവ് എഫക്റ്റ് എന്താണെന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിനകത്ത് ഡിഫൈൻ ചെയ്യുന്നത്. അതായത് കൺട്രിയുടെ കറൻസിയിൽ ഡിവാലുവേഷൻ അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ സംഭവിക്കുമ്പോൾ അത് ഇംപ്രൂവ്മെന്റ് വരുത്തുന്നതിന്, കറന്റ് അക്കൗണ്ടിനെ ഇംപ്രൂവ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു ഡിറ്ററേഷൻ ഉണ്ടായിരിക്കും. അതിനെയാണ് ജെ കർവ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് ജെ കർവ് എഫക്റ്റിൽ നിന്നും മാർഷലിയന കണ്ടീഷനിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. സോ ഇനി ഇതുപോലൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഒരിക്കലും തെറ്റിക്കരുത്. വളരെ ഈസി ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 6 ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ താങ്ക് യു. ടൂസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പുതിയതായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഇക്കണോമിക്സിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം പലപ്പോഴും ക്വസ്റ്റ്യൻസിന്റെ നേച്ചറൊക്കെ മാറി മാറി വരികയാണ്. അപ്പം ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പാറ്റേണിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. For a too good consumer which is strictly convex indifference map. അതായത് നമ്മൾ ഇതൊരു ചോദ്യം വന്നിരിക്കുന്നത് സ്ലത്സ്കിയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് നിന്നാണ്. അപ്പം രണ്ട് ഗുഡ്, അതായത് നമ്മളെപ്പോഴും ഇൻഡിഫറൻസ് കർവിൽ നമ്മൾ രണ്ട് ഗുഡിൻ്റെ ആണല്ലോ പറയുന്നത്. അപ്പോൾ ഒരു സ്ലത്സ്കിയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എടുക്കുമ്പം ഒരു ഗുഡിൻ്റെ പ്രൈസ് ഫോളോ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചോദ്യം. അതായത് സ്ലത്സ്കിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഓഫ് എ ഫോൾ, അതായത് സാധനത്തിൻ്റെ വില കുറയുമ്പോൾ അക്കോർഡിംഗ് ടു സ്ലത്സ്കി സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ആൻസർ ഇതാണ്. It will be always positive regardless of whether the good is normal or inferior. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് it will be always negative regardless of whether the good is normal or inferior. മൂന്നാമത്തത് positive for normal good and negative for inferior good. നാലാമത്തത് 0 for different good. അപ്പോൾ ഇവിടെ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. കാരണം സാധനത്തിൻ്റെ വില കൂടുമ്പം പീപ്പിൾ ഹാവ് ദ ടെൻഡൻസി ടു ഷിഫ്റ്റ് ടു ദാറ്റ് ഗുഡ് ഫ്രം ദി അതർ ഗുഡ്. അപ്പം നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കേണ്ടത് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എപ്പോഴും എന്തായിരിക്കും? ഇറ്റ് വിൽ ഓൾവേസ് ബി പോസിറ്റീവ് നോ മാറ്റർ വെദർ ദ ഗുഡ് ഇസ് ഇൻഫീരിയർ, ഡിഫറെൻറ്റ് ഓർ നോർമൽ ഓർ എനി ടൈപ്പ് ഓഫ് ഗുഡ്. In a Mundell-Fleming model for a small open economy with perfect capital mobility and flexible exchange rates,
ആൻഡ് എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി. അതായത് ഇത് വന്നിട്ട് നമ്മളുടെ മാക്രോ എക്കണോമിക്സിൽ നിന്നാണ്. ഒരു മുണ്ടൽ ഫ്ലെമിംഗ് ഒരു സ്മോൾ ഓപ്പൺ ഇക്കോണമി മോഡലിൽ നമ്മൾക്ക് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റും ആണ്, അതുപോലെ പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റിയാണ്. ആ ഒരു സിറ്റുവേഷനിൽ മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ഈ ഒരു സിറ്റുവേഷനിൽ മണി സപ്ലൈ കൂടുകയാണെങ്കിൽ ദാറ്റ് വിൽ ഡിപ്രിഷിയേറ്റ് ദ ഡൊമസ്റ്റിക് കറൻസി ആൻഡ് ഇൻക്രീസ് ദ നെറ്റ് എക്സ്പോർട്ട്. എപ്പോഴും മണി സപ്ലൈ കൂടുമ്പോൾ എന്ത് പറ്റും? നമ്മളുടെ വാല്യൂ ഓഫ് മണി വിൽ ഡിക്രീസസ് ഇൻ ദി എവിടെയാണ് വേൾഡ് മാർക്കറ്റ്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മളുടെ എക്സ്പോർട്ടിനെ അത് മോട്ടിവേറ്റ് ചെയ്യും. കാരണം നമ്മളുടെ വാല്യൂ കുറഞ്ഞു കഴിയുമ്പം പുറത്തുനിന്നുള്ളവർക്ക് ഒരു ഡോളറിന് കൂടുതൽ സാധനങ്ങൾ മേടിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ അവരെന്ത് പറ്റുന്നു? ദേ ടെൻ ടു ഇമ്പോർട്ട് മോർ ഓഫ് ആർ പ്രോഡക്ട്സ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളുടെ എക്സ്പോർട്ട് ഇവിടെ കൂടുകയാണ് ചെയ്യുന്നത്. സോ ഹയർ മണി സപ്ലൈ, ലോവർ ഇൻട്രസ്റ്റ് റേറ്റ്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ ഉണ്ടാവുന്നു, അത് ഡിപ്രിസിയേഷന് കാരണമാവുന്നു. സോ ഡിപ്രിസിയേഷൻ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നെറ്റ് എക്സ്പോർട്ട് കൂടുന്നു. അങ്ങനെ വരുമ്പോൾ IS കർവ് ഷിഫ്റ്റ്സ് ടു ദ റൈറ്റ്, റേസിംഗ് ഇക്വിലിബ്രിയം ഇൻകം അണ്ടർ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. ഇപ്പം ഈ ഒരു പാറ്റേണിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം കേട്ടോ. ഇനി സിമ്പിൾ ലീനിയർ റിഗ്രഷൻ മോഡൽ yi is equal to beta 0 plus beta 1 xi plus ui. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. അത് നമ്മളുടെ ക്ലാസിക്കൽ ഗോസ്-മാർക്കോ തിയറത്തിൻ്റെ അസംഷൻ വെച്ചിട്ട് ഈ 4 ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ ബീറ്റ 1 ക്യാപ്പ് ഇസ് അൺബയസ്ഡ് ബട്ട് നോട്ട് എഫിഷ്യൻറ്റ് ആൻഡ് ലീനിയർ എസ്റ്റിമേറ്റേഴ്സ്. രണ്ടാമത്തത് ബീറ്റ 1 ക്യാപ്പ് ഇസ് ബയസ്ഡ് ആൻഡ് ഇൻഎഫിഷ്യൻറ്റ് വെൻ എറേഴ്സ് ആർ ഹോമോസ്കെഡാസ്റ്റിക്. നാലാമത്തത് ഇറ്റ് ഈസ് എ ബെസ്റ്റ് ലീനിയർ അൺബയസ്ഡ് ബ്ലൂ ഓഫ് ബീറ്റ 1. OLS provide maximum likelihood estimates irrespective of error distribution. അപ്പോൾ എപ്പോഴും ഓർക്കേണ്ടത് ഗോസ്-മാർക്കോ തിയറം നമ്മളുടെ എന്ന് പറയുന്നത് ബ്ലൂ പ്രോപ്പർട്ടിയാണ്, ബെസ്റ്റ് ലീനിയർ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ. അപ്പം ബീറ്റ 1 ക്യാപ്പ് എപ്പോഴും ഷുഡ് ഓൾവേസ് ബി എ ബ്ലൂ ഓഫ് ബീറ്റ 1. ഓക്കെ, അപ്പം അത് എപ്പോഴും ഒന്ന് ശ്രദ്ധിച്ചു വെക്കണം. അപ്പം ഇതെപ്പോഴും നോക്കുക. ഗോസ്-മാർക്കോൻ്റെ അസംഷനിൽ പറയുന്നത് ലീനിയാരിറ്റി, എക്സോജിനിറ്റി, നോ പെർഫെക്റ്റ് മൾട്ടിക്കൊലിനിയാരിറ്റി, homoscedastic and uncorrelated errors, which ensures that OLS estimators are linear, unbiased and that have minimum variance among all linear unbiased estimators, and hence it is known as blue. Okay, blue property ഒന്ന് നോക്കി വെക്കണം. ഇനി നാലാമത്തെ യൂണിറ്റ് ആയ ഇന്ത്യ ആൻഡ് കേരള ഡെവലപ്മെന്റ് എന്നാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ക്യാപ്ചേഴ്സ് ദ കോർ വാല്യൂ ഓഫ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ്? അപ്പം 4 ഇത് തന്നിട്ടുണ്ട്. ഹൈ പെർ ക്യാപിറ്റ ഇൻകം ആൻഡ് ലോ സോഷ്യൽ സെക്ടർ സ്പെൻഡിങ്. രണ്ടാമത്തത് ഹൈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ് അച്ചീവ്ഡ് അറ്റ് എ മോഡറേറ്റ് ലെവൽ. മൂന്നാമത്തത് എക്സ്പോർട്ട് ലെഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ബേസ്ഡ് ഓൺ സെസ് ആൻഡ് ലാർജ് FDI ഇൻഫ്ലോസ്. നാലാമത്തത് റിസോഴ്സ് ഡ്രിവൺ ഗ്രോത്ത് വിത്ത് വീക്ക് സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ്. അപ്പം നമ്മളുടെ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എല്ലാവർക്കും അറിയാം. ഹൈ ലിറ്ററസിയും ലോ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റുമാണ്. റിലേറ്റീവ്ലി ഗുഡ് ഹെൽത്ത് ആൻഡ് ജെൻഡർ ഇൻഡിക്കേറ്റേഴ്സ് അച്ചീവ്ഡ് അറ്റ് ദ മോഡറേറ്റ് പെർ ക്യാപിറ്റ ഇൻകം. അപ്പം ഈ ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ എപ്പോഴും ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് അത് ഹൈ ലെവലിലായിരിക്കും, പക്ഷെ പെർ ക്യാപിറ്റ ലെവൽ എപ്പോഴും എന്തായിരിക്കും? ഒരു മോഡറേറ്റ് ലെവൽ. ഹെൻസ് ദ ആൻസർ ഇസ് ബി. ഇനി അടുത്ത ചോദ്യം, ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് എൻവയോൺമെന്റൽ വാല്യുവേഷൻ ദ ട്രാവൽ കോസ്റ്റ് മെത്തേഡ് ഈസ് പ്രൈമർലി യൂസ്ഡ് ടു എസ്റ്റിമേറ്റ്. 4 ട്രാവൽ കഴിക്കും നമ്മളുടെ എൻവയോൺമെന്റിൽ വരുന്നതാണ് യൂണിറ്റ് 5. അപ്പം ഈ ട്രാവൽ കോസ്റ്റ് മെത്തേഡ് മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് എന്തിനാണെന്നാണ് ചോദ്യം. ഒന്ന്, നോൺ യൂസ് വാല്യൂസ് അസോസിയേറ്റഡ് വിത്ത് എൻജൻഡേർഡ് സ്പീഷീസ്, ഓപ്ഷൻ വാല്യൂസ് ഓഫ് പ്രിസർവിംഗ് ഫ്യൂച്ചർ യൂസ് ഓഫ് എ റിസോഴ്സ്, recreational use values of environmental assets such as parks, existence values independent of actual visitation. അപ്പോൾ ഇതിൽ നമ്മളുടെ ട്രാവൽ കോസ്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും അത് ഈ ട്രാവലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതായത് റിക്രിയേഷണൽ യൂസ് വാല്യൂ ഓഫ് എൻവയോൺമെന്റൽ അസെറ്റ്സ് സച്ച് ആസ് പാർക്കിലൊക്കെ വരുമ്പോൾ അതിൻ്റെ ആ ഒരു മെത്തേഡ്, അതായത് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെയാണ് നമ്മളുടെ എന്ത് വരുന്നത്? ട്രാവൽ എക്സ്പെൻഡിച്ചർ, ടൈം കോസ്റ്റ്, അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ട്രാവൽ കോസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് യൂണിറ്റ് എന്നൊരു ചോദ്യമാണ്, അക്കോർഡിംഗ് ടു ഫ്രീഡ്മൻസ് മോഡേൺ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി റീസ്റ്റേറ്റഡ് ഡിമാൻഡ് ഫോർ മണി ഫംഗ്ഷൻ ദ ഡിമാൻഡ് ഫോർ റിയൽ മണി ബാലൻസസ് ഡിപ്പെൻഡ്സ് ഓൺ എന്തിനാണെന്നാണ് ചോദ്യം. അപ്പം ഓൺലി ദ നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ്, പെർമനന്റ് ഇൻകം ആൻഡ് റിട്ടേൺസ് ഓൺ ഓൾട്ടർനേറ്റീവ് അസറ്റ്സ്, കറണ്ട് ഇൻകം ആൻഡ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, the money multiplier and the reserve deposit ratio.
ഇപ്പോൾ ഫ്രീഡ്മാൻ്റെ മോഡേൺ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയിൽ നമ്മുടെ റിയൽ മണി എന്ന് പറയുന്നത് മണി ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് ഈസ് എ സ്റ്റേബിൾ ഫങ്ഷൻ ഓഫ് പെർമനൻറ്റ് ഇൻകം. പെർമനൻറ്റ് ഇൻകത്തിൻ്റെ ഒരു സ്റ്റേബിൾ ഫങ്ഷൻ ആണെന്നാണ് പറയുന്നത്. അതായത് ഇൻകം എന്ന് പറയുന്നത് ഈസ് എ ഫാക്ടർ ഓഫ് റിലേറ്റീവ് റിട്ടേൺസ് ഓൺ മണി വേഴ്സസ് ബോണ്ട്, ഇക്വിറ്റി ആൻഡ് ഫിസിക്കൽ അസറ്റ്സ്, ട്രീറ്റിംഗ് മണി ആസ് വൺ അസറ്റ് ഇൻ ദ വെൽത്ത് പോർട്ട്ഫോളിയോ. അപ്പം ഒരാളുടെ വെൽത്തിൻ്റെ പോർട്ട്ഫോളിയോയിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഒരു ഫാക്ടറാണ് നമ്മളുടെ എന്ന് പറയുന്നത് മണി എന്ന് പറയുന്നത്. അപ്പം റിയൽ മണി എന്ന് പറയുന്നത് എപ്പോഴും ഈസ് എ സ്റ്റേബിൾ ഫങ്ഷൻ ഓഫ് പെർമനൻറ്റ് ഇൻകം. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ക്വാണ്ടിറ്റി തിയറി പഠിക്കണം, കേംബ്രിഡ്ജിൻ്റെ പഠിക്കണം, ഇത് ഫ്രീഡ്മാൻ്റെ മോഡേൺ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണി പഠിക്കണം, കെയ്ൻസിൻ്റെ ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയും കൂടെ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ നിന്ന് വരുന്ന ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ഇതുപോലെ ഓരോ യൂണിറ്റിനും നമ്മൾ നല്ല രീതിയിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം. താങ്ക് യു.